തലശ്ശേരി നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങൾ, അംഗനവാടികൾ, ഘടക സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിലും തിരഞ്ഞെടുത്ത മറ്റ് 6 സ്ഥലങ്ങളിലും ഞായറാഴ്ച തീവ്ര ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുന്നു. രാവിലെ 7 മുതൽ 10 വരെ നടത്തുന്ന പരിപാടിയിൽ അതത് മേഖലയിലെ നഗരസഭാ കൗൺസിലർമാർ നേതൃത്വം വഹിക്കുമെന്ന് നഗരസഭാ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, സ്ഥലത്തെ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ സന്നദ്ധ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിത സേനാംഗങ്ങൾ തുടങ്ങിയവരുടെ സഹകരണവും സജീവതയും മെഗായജ്ഞത്തിൽ ഉറപ്പുവരുത്തും. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുന്ന നാളത്തെ തീവ്ര ശുചീകരണ യജ്ഞം തുടർ പ്രവർത്തനങ്ങളും വഴി ഈ മാസം 26-നകം ടൗണുകൾ സമ്പൂർണ്ണ ശുചിത്വമായുള്ളതായും ഓഫീസുകളും വിദ്യാലയങ്ങളും സമ്പൂർണ്ണ ഹരിത സ്ഥാപനങ്ങളായും പ്രഖ്യാപിക്കും. ഇതോടൊപ്പം 300-ലധികം സ്പോട്ടുകൾ ശുചീകരണം നടത്തി നഗരസഭയാകെ മാലിന്യമുക്തമാക്കുമെന്ന് ചെയർപേഴ്സൺ KM ജമുന റാണി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈസ് ചെയർമാൻ MV ജയരാജൻ, നഗരസഭാ സെക്രട്ടറി N സുരേഷ് കുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കൗൺസിലർമാരുമായ C സോമൻ, TC അബ്ദുൽ കിലാബ്, ഷബാന ഷാനവാസ്, ND ഇഷ്മ, TK സാഹിറ, COT ഷബീർ, TP ഷാനവാസ്, ബംഗ്ല ഷംസുദ്ദീൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കേരളമൊട്ടാകെ, സംസ്ഥാനമൊട്ടാകെ മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കാൻ ഗവൺമെൻറ് പലവിധ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിലൊന്ന് ഒരു പദ്ധതിയാണ് ഈ വരുന്ന 19-ാം തീയതി നഗരസഭാ തലത്തിൽ ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും അംഗൻവാടികളിലും അങ്ങനെ ഏതൊക്കെ ഓഫീസുകളുണ്ടോ അവിടെയൊക്കെ മെഗാ ശുചീകരണം നടത്തുക. അതുകൂടാതെ കണ്ടെത്തിയ ഒരു 5 സ്പോട്ടുകളുണ്ട്. ആ സ്പോട്ടുകളിലും അന്നത്തെ ദിവസം തന്നെ നല്ല നിലയിലുള്ള ശുചീകരണം നടത്തിക്കൊണ്ട് ഈ മാലിന്യമുക്ത കേരളത്തിൻ്റെ ഒരു പ്രാരംഭമല്ല, ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ അത് ഒന്നുകൂടി ത്വരിതപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ വിവരം ഒന്ന് എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ്. അപ്പം കൗൺസിലർമാർ അതാത് വാർഡുകളിൽ, ആ സ്ഥാപനങ്ങളിൽ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുക. പട്ടണങ്ങളിലുള്ള കൗൺസിലർമാർ മാത്രം ഈ പട്ടണ പ്രദേശങ്ങളിൽ നടക്കുന്ന ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ എല്ലാ ഓഫീസുകളും അന്നത്തെ ദിവസം പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. സ്കൂളുകളായാലും SPC, NSS എല്ലാ സംഘടനകളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മെഗാ ക്ലീനിങ് ആണ് 19-ാം തീയതി നഗരസഭ ലക്ഷ്യമിടുന്നത്. അതോടുകൂടി നമ്മുടെ നഗരത്തിനകത്തുള്ള മുഴുവൻ മാലിന്യങ്ങളും മുക്തമാക്കുക. അതോടൊപ്പം തന്നെ ഇതൊരു പ്രവർത്തനമാണ്, തുടർ പ്രവർത്തനമായിട്ട് ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട്. അല്ലാതെ അത് ഒരു ദിവസം നടത്തി പിന്നെ അതിനെ നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്ത അവസ്ഥയല്ല. അതൊരു തുടർ പ്രവർത്തനമായിട്ട് ഇനി വരും ഭാവി കാലങ്ങളിലും അത് കൊണ്ടുപോകാനുള്ള ഒരു പ്രവർത്തനങ്ങൾക്കാണ് നഗരസഭ ഇപ്പോൾ മുൻതൂക്കം കൊടുത്തുകൊണ്ട് 19-ന് ഈ മെഗാ ക്ലീനിങ് എന്നുള്ള സംഭവം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്.